Hello students, നമ്മൾ എടുക്കുന്നത് ബിസിനസ് ഇക്കണോമിക്സിന്റെ സെക്കൻഡ് പാർട്ടാണ് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈസ് ഇലാസ്റ്റിറ്റി, ഇൻകം ഇലാസ്റ്റിറ്റി, ക്രോസ് ഇലാസ്റ്റിറ്റി. അതിനകത്ത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. John Robbins defines this concept as the proportionate change in quantity demanded in response to proportionate change in price. അതായത് ജോൺ റോബിൻസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തിന്റെ അനുപാതത്തെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഫസ്റ്റ് വൺ ഈസ് ടോട്ടൽ ക്വാളിറ്റി മെത്തേഡ്. ഈ ടോട്ടൽ ക്വാളിറ്റി മെത്തേഡ് നമ്മൾ മറ്റൊരു പേരും കൂടി ഉണ്ട്, ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ്. ഇനിയും അത് വേണമെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നും അറിയപ്പെടും. ഇൻ ദ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ്, ദ ചേഞ്ചസ് ഇൻ ടോട്ടൽ ഔട്ട്ലേ ഓർ എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഓൺ ഗുഡ് ഈസ് കാൽക്കുലേറ്റഡ്. അതായത് ടോട്ടൽ ഔട്ട്ലേ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഈ പ്രൈസ് മാറുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിനനുസരിച്ച് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രൈസ് മാറുന്നതിന് മുൻപും അതിനുശേഷമുള്ള കൺസ്യൂമറിന്റെ ഡിമാൻഡ് എങ്ങനെ കണ്ടാണ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂവിനെ മെഷർ ചെയ്യുന്നത്. ദെൻ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമൈൻ ദ സെയിം, ദെൻ ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1. അതായത് നമ്മൾ കണ്ടു സാധനത്തിന്റെ വില മാറി, പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1ന് തുല്യമായിരിക്കും. നമുക്കിത് എക്സാമ്പിളിന്റെ ഹെൽപ്പോടുകൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ₹5ഉം ആ പ്രൈസിലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 100ഉം ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 500ഉമാണ്. പ്രൈസ് 5ൽ നിന്നും 4ആയി ഡിക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 100ൽ നിന്നും 125 ആയി ഇൻക്രീസ് ചെയ്തു. പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് മാറ്റമൊന്നും സംഭവിക്കാതെ 500 ആയി തന്നെ തുടർന്നു. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ എന്നത് ഈക്വൽ ടു 1. അതായത് പ്രൈസ് കുറഞ്ഞു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു, പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ മാറ്റം സംഭവിക്കാതിരിക്കുമ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ ആ കണ്ട ടേബിളിന് എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇൻ ദ എബവ് ടേബിൾ, വെൻ ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഈസ് ₹5, ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദ കമോഡിറ്റി ഈസ് ₹500. നൗ ദ പ്രൈസ് ഡിക്രീസ്ഡ് ടു ₹4, then the total expenditure on this commodity is ₹500. Then the total outlay remains the same. So elasticity is equal to 1. Then അടുത്തൊരു കേസിലേക്ക് നോക്കൂ. ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്, ദെൻ ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് മോർ ദാൻ 1. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്തപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും. അങ്ങനെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുകയാണെങ്കിൽ അവിടെ പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാൾ അധികമായിരിക്കും. എക്സാമ്പിളിലേക്ക് നോക്കുമ്പോഴേക്കും ഒറിജിനൽ പ്രൈസ് 5, ആ പ്രൈസിലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 100 യൂണിറ്റ്സ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ 500. ദെൻ പ്രൈസ് ഡിക്രീസ് ചെയ്തു 5 to 4, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു 100 to 150, ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൾസോ ഇൻക്രീസ്ഡ്. ഇവിടെ ഇപ്പൊ എന്താ കണ്ടത്, നമ്മള് പ്രൈസ് കുറഞ്ഞപ്പോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. എക്സാമ്പിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇൻ ദിസ് എക്സാമ്പിൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കൺസ്യൂമർ ഹാസ് ഇൻക്രീസ് ബിക്കോസ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് മോർ ദാൻ ദ ചേഞ്ച് ഇൻ പ്രൈസ്. Elasticity of demand is said to be
more than 1 when the total outlay increases as a result of fall in price. അടുത്തൊരു കേസിലേക്ക് കാണുമ്പോഴേക്കും ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കൺസ്യൂമർ എന്നുള്ളത് ഡിക്രീസ് ചെയ്യുന്നു പ്രൈസ് കുറയുമ്പോൾ. ഈ സിറ്റുവേഷൻ നമ്മൾ പറയും പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1. എക്സാമ്പിളിലേക്ക് നോക്കാം. when the price is ₹5, quantity demanded is 100, total expenditure is 500. When the price decreased from 5 to 4, quantity demanded increased from 100 to 110, but the expenditure decreased from 500 to 440. അതായത് പ്രൈസ് 5 രൂപയായിരുന്നപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 100ഉം ടോട്ടൽ എക്സ്പെൻഡിച്ചർ 500ഉം ആയിരുന്നു. പ്രൈസ് 5ൽ നിന്നും 4 കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 100ൽ നിന്നും 110 വർദ്ധിച്ചു. എന്നാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 500ൽ നിന്നും 400 കുറയുകയാണ് ചെയ്തത്. ഇവിടെ ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ ലെസ് ദാൻ 1. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഇവിടെ തീർന്നു നമ്മൾ പറഞ്ഞു വെച്ചതിൽ. ദെൻ രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോയിന്റ് മെത്തേഡ്. The point elasticity demand may be defined from the proportionate change in quantity demanded as a result of a very small proportionate change in price. അതായത് ചെറിയ മാറ്റത്തെ കാണിക്കാനാണ് പോയിന്റ് മെത്തേഡ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് അനുസരിച്ച് ഇലാസ്റ്റിറ്റി കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ പറയുന്ന പ്രൈസ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ഇവിടെ നമ്മളൊരു ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ മെഷർമെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡയഗ്രം നോക്കാം. ഡയഗ്രത്തിൽ നമുക്ക് കാണാനാകുന്നത് പ്രൈസ് ഈസ് മെഷേർഡ് ഓൺ ദ OY ആക്സിസ് ആൻഡ് ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് അലോങ് ദ OX ആക്സിസ്. ഒരു സ്ട്രേറ്റ് ലൈൻ കാണാം. ആ സ്ട്രേറ്റ് ലൈൻ Y ആക്സിസിനെയും അതേപോലെ തന്നെ X ആക്സിസിനെയും ടച്ച് ചെയ്തിരിക്കുന്നു. Yനെ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് R, Xനെ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് നമ്മളിവിടെ TI എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ സ്ട്രേറ്റ് ലൈനിന്റെ മിഡ് പോയിന്റ് അതായത് T എന്ന് പറയുന്നിടത്ത് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ ഈക്വൽ ടു 1ഉം R എന്ന പോയിന്റിൽ ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ ഇൻഫിനിറ്റിയും TI എന്ന് പറയുന്ന പോയിന്റിൽ ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ 0യും. ഇനി ദ പോയിന്റ് ലൈസ് ബിറ്റ്വീൻ R and T. The elasticity is greater than 1. Then the point lies between T and T1. Elasticity is less than 1. Okay. അപ്പോൾ ഒന്നുകൂടി പറയാം. നമ്മളിവിടെ ഒരു ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പോയിന്റ് ആറിൽ ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ ഇൻഫിനിറ്റിയും പോയിന്റ് TIയിൽ ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ 0യും Tയിൽ ഈക്വൽ ടു 1. Between R and T it is greater than 1. Between T and TI it is less than 1. Then അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വന്നു. ആർക്ക് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ആർക്ക് ഇലാസ്റ്റിറ്റി സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിഗ് ചേഞ്ചസിനെ കാണിക്കാനാണ്. അപ്പോൾ ആർക്ക് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഓവർ എ റേഞ്ച് or an arc of a demand curve. Arc method is used to measure elasticity of demand. അതൊരു ഫോർമുലയാണ് നമ്മൾ തരുന്നത്. EP equals Q1 minus Q2 divided by Q1 plus Q2 all divided by P1 minus P2 divided by P1 plus P2. അതിവിടെ Q1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റിയും Q2 എന്നോട് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി ആഫ്റ്റർ ചേഞ്ചും അല്ലെങ്കിൽ ന്യൂ പ്രൈസിലെ ക്വാണ്ടിറ്റി. P1 എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസും P2 എന്ന് പറയുന്നത് ന്യൂ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ആഫ്റ്റർ ചേഞ്ച്. നമ്മൾ ഇത് വെച്ചിട്ട് ഇക്വേഷനിലേക്ക് നമ്മൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഡയഗ്രത്തിന്റെ രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഡയഗ്രം കാണാം. ഡയഗ്രത്തിൽ price is measured on the OY axis and quantity is measured on the OX axis. Original price is OP1. At that price, quantity demanded is OQ1. When the price decreased from OP1 to OP2, quantity demanded increased from OQ1 to OQ2.
ഇവിടെ നമുക്ക് ഡിമാൻഡ് കർവിൽ 2 പോയിന്റ്സുകൾ കാണാൻ പറ്റും, പിയും അതേപോലെ തന്നെ എമ്മും. ഈ പി ആൻഡ് എമ്മിന് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ ഏരിയയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർക്ക് ഫോം ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ദ ആർക്ക് ബിറ്റ്വീൻ പി ആൻഡ് എം on the demand curve DD is an arc. These are measures the elasticity of demand over a certain range to price and quantity. നമ്മൾ ഇക്വേഷന്റെ രൂപത്തിലും ഇത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രോബ്ലം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വെച്ച്, നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു പോരും, നമുക്ക് റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും. ദെൻ അപ്പോൾ നമ്മൾ 3 മെത്തേഡുകളാണ് ഇലാസിറ്റിനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ 3 മെത്തേഡുകളും കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നു, ഇൻകം ഇലാസിറ്റി. ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് റിസൾട്ടിംഗ് ഫ്രം എ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം. പ്രൈസ് ഇലാസിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞത് പ്രൈസിലെ ചേഞ്ചിനെ കുറിച്ചാണെങ്കിൽ, ഇവിടെ ഇൻകം ഇലാസിറ്റിയിൽ ഇൻകത്തിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അളവിനെയാണ് ഇൻകം ഇലാസിറ്റിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ദ ഫോർമുല ഫോർ മെഷറിംഗ് ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം. അതായത് ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് അനുപാതമായിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അനുപാതം, അതാണ് ഇൻകം ഇലാസിറ്റി. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Suppose the original income of the consumer is rupees 100. His income increases to rupees 110. Originally, he was purchasing 20 units of a commodity. With the new income, he will purchase 25 units of the same commodity. അതായത് ഇവിടെ കൺസ്യൂമറിന്റെ ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത് 100 രൂപയും, ആ 100 രൂപയിൽ കൺസ്യൂമർ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് 20 യൂണിറ്റ് ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ, എവിടെ നിന്ന് എവിടേക്കാണ് ഇൻക്രീസ് ചെയ്തത്, 100ൽ നിന്ന് 110 ആയി ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 20 യൂണിറ്റ്സിൽ നിന്നും 25 യൂണിറ്റ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോഴേക്കും നമുക്കവിടെ വാല്യൂ കിട്ടുന്നതായിട്ട് കാണാം. 2.25 എന്നുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തും. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇലാസിറ്റീസ് ഓഫ് ഡിമാൻഡിനെ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞതിൽ ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. The cross elasticity of demand may be defined as the proportionate change in quantity demanded of a good to a change in price of other goods. നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് പഠിച്ചപ്പോഴേക്കും പറഞ്ഞായിരുന്നു, അതായത് ഡിമാൻഡിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്നുള്ളത്. റിലേറ്റഡ് ഗുഡ്സ് 2 തരത്തിലുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും അതേപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സും. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ നമ്മൾ എസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ഒരു വസ്തുവിന്റെ പ്രൈസ് മാറുമ്പോൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡും ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദ ക്രോസ് ഇലാസിറ്റി ഈസ് മെഷേർഡ് വിത്ത് ദ ഫോളോയിങ് ഫോർമുല, ദാറ്റ് ഈസ് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് വൈ. അതായത് വൈ എന്ന പ്രൊഡക്റ്റിന്റെ വിലയിലുണ്ടായ മാറ്റം കൊണ്ട് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റായ എക്സിന്റെ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ക്രോസ് ഇലാസിറ്റിയിൽ മെഷർ ചെയ്യുന്നത്. ഇനി ചില കണ്ടീഷൻസ് നോക്കാം. ക്രോസ് ഇലാസിറ്റി ഈസ് 0 എങ്ങനെയുള്ള സാധനങ്ങളുടെ കേസിലാണെന്ന് നോക്കിയേ, ഇൻ ദ കേസ് ഓഫ് അൺറിലേറ്റഡ് ഗുഡ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് പ്രൈസ് ഓഫ് TV സെറ്റ് will have no effect on the demand of car. അതായത് കാറും ടിവിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ട് തന്നെ ടിവിയുടെ വിലയിലുണ്ടായ വർധനവോ അതേപോലെ തന്നെ കുറവോ ഒരിക്കലും എന്തിനെ ബാധിക്കാറില്ല, കാറിന്റെ ഡിമാൻഡിനെ ബാധിക്കാറില്ല. ക്രോസ് ഇലാസിറ്റി ഈസ് പോസിറ്റീവ് ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ക്രോസ് ഇലാസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, വൈയുടെ പ്രൈസ് കൂടിയപ്പോൾ എക്സ് ആൻഡ് വൈ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വൈയുടെ പ്രൈസ് കൂടിയപ്പോൾ എക്സിന്റെ ഡിമാൻഡും വർദ്ധിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ക്രോസ് ഇലാസിറ്റി ഈസ് നെഗറ്റീവ് ഫോർ ദ
കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ ക്രോസ് ഇലാസ്റ്റിറ്റി എന്നത് നെഗറ്റീവ് ആണെന്ന്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കോംപ്ലിമെന്ററി ഗുഡ്സിന് എക്സാമ്പിൾ ആയിട്ട് പെൻ ആൻഡ് ഇങ്ക്, കാർ ആൻഡ് പെട്രോൾ എന്നിവയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് കമോഡിറ്റി. കമോഡിറ്റിയുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ കമോഡിറ്റീസിനെ ലക്ഷറീസ് എന്നും നെസറീസ് എന്നൊക്കെ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇവിടെ ലക്ഷറീസിന്റെ കേസിൽ നമുക്ക് കാണാനാകുന്നത് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിക്കും, എന്നാൽ നെസസറീസിന്റെ കേസിൽ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക്കുമാണെന്ന്. ഓക്കെ, ജനറലി ലക്ഷറീസ് ഹാവ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് അബ്സല്യൂട്ട് നെസസറീസ് ഹാവ് inelastic demand. Okay, then next point, existence of substitutes. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള പ്രൊഡക്റ്റിന്റെ കേസിൽ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിക്കും, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത പ്രൊഡക്റ്റിന്റെ കേസിൽ അത് ഇൻഇലാസ്റ്റിക്കുമാണ്. നോക്കാം, ഇഫ് എ കമോഡിറ്റി ഹാസ് മെനി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഡിമാൻഡ് ഫോർ ഇറ്റ് വിൽ ബി ഇലാസ്റ്റിക്. ഫോർ എക്സാമ്പിൾ, എ റൈസ് ഓൺ പ്രൈസ് ഓഫ് കോഫി മേ റിസൾട്ട് ഇൻ decrease in demand for it and but increases the demand of coffee tea. For people may start drinking tea as substitute. If a commodity has no substitute, then the demand is said to be inelastic. For example, salt and sugar. Third one, number of user. Elasticity of demand is influenced by number of uses of a commodity can be put. അതായത് ഇലാസ്റ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ആ പ്രൊഡക്റ്റ് പല പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനാകുമെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിക്കും, ഒരേ ഒരു യൂസ് മാത്രമുള്ളൂ എങ്കിൽ അത് ഇൻഇലാസ്റ്റിക്കുമായിരിക്കും. Elasticity of demand is influenced by a number of uses of a commodity can be put. For example, electricity is generally used for lighting purpose. Suppose there is a fall in its price, people may use it for cooking, heating, cooling, etc. If a commodity has only one use, its demand is inelastic. Then next point, proportion of income spent on goods. നമ്മളുടെ ടോട്ടൽ ഇൻകത്തിന്റെ എത്ര കണ്ട അനുപാതമാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിന് വേണ്ടി മാറ്റിവെക്കുന്നത്, അതിനനുസരിച്ചും ഇലാസ്റ്റിറ്റി മാറുന്നതായി കാണാം. The elasticity of demand for a commodity also depends on the proportion of income which a consumer generally spend on them. If a consumer spend large proportion of his income on a commodity, any rise in his price will lead to fall in the demand. The demand for salt, matches, etc. are very low. ഇവിടെ നമ്മൾ കാണുന്ന ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഒരുപാട് നമ്മുടെ ഇൻകത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിക്കുന്ന സാധനങ്ങളുടെ കേസിൽ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നതായിട്ട് കാണാമെന്ന് കുറയ്ക്കുന്നതായി കാണാം. എന്നാൽ ചില സാധനങ്ങളുടെ വിലകൾ വളരെ കുറവാണ്, അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കുമ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ വില കുറഞ്ഞാലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ എമൗണ്ടിൽ അല്ലെങ്കിൽ പ്രപ്പോർഷനിൽ വലിയ മാറ്റമൊന്നും കാണാറില്ല. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പോയിന്റ്, കോംപ്ലിമെന്റാരിറ്റി ബിറ്റ്വീൻ ഗുഡ്സ്. കൺസ്യൂമേഴ്സ് ആർ ലെസ് സെൻസിറ്റീവ് ടു ദ ചേഞ്ച് ഓഫ് പ്രൈസ് ഇൻ ഗുഡ്സ് ദാറ്റ് ആർ കോംപ്ലിമെന്ററി വിത്ത് ഈച്ച് അതർ. ഫോർ എക്സാമ്പിൾ, ink, lubricating oil, etc. If the price of lubricating oil goes up, its consumption cannot be reduced. Therefore, the demand for goods which have complementarity will be inelastic. അതായത് ചില സാധനങ്ങൾ പറയുമല്ലോ കണക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നവയാണ്, കാർ ആൻഡ് പെട്രോൾ അങ്ങനെ പോലെ തന്നെ. അപ്പോൾ അതിൽ കാർ എന്ന് പറയുന്നതിൻ്റെ ഡിമാൻഡിനെ പെട്രോളിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം കാര്യമായൊന്നും ബാധിക്കാറില്ല എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാന്ന് വെച്ചാൽ കോംപ്ലിമെന്റാരിറ്റി ഉള്ള ഗുഡ്സിന്റെ കേസിൽ ഡിമാൻഡ് എങ്ങനെയിരിക്കുമെന്ന് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡ്യൂറബിലിറ്റി ഓഫ് ഗുഡ്സ്.
The elasticity of demand also depends upon the durability of the commodity. നമ്മൾ ഗുഡ്സിനെ അതിന്റെ നേച്ചർ അനുസരിച്ച് മെയിനായി രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡ്യൂറബിൾ ഗുഡ്സ് എന്നും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും. ഡ്യൂറബിൾ ഗുഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്നാൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നതിന്റെ ലൈഫ് പീരീഡ് വളരെ കുറവായിരിക്കും. ഈ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കാര്യത്തിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക്കും, എന്നാൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ അത് ഇലാസ്റ്റിക്കുമായിരിക്കും. ഓക്കെ, ഡ്യൂറബിൾ ഗുഡ്സ് ഹാവ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ദാറ്റ് ഈസ് ചെയർസ്, ടേബിൾസ്, കാർ എക്സെട്ര. The demand for non-durable goods is normally more elastic. Then seventh point is postponement. If the use of a goods can be postponed, the demand is said to be elastic. If its use cannot be postponed, the demand is said to be inelastic. അത് ചില സാധനങ്ങളുടെ ഉപയോഗത്തെ നമുക്ക് അടുത്ത സമയത്തേക്ക് മാറ്റിവെക്കാൻ പറ്റും. അങ്ങനെ മാറ്റിവെക്കാനാകുന്ന ഗുഡ്സിന്റെ കേസിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. എന്നാൽ ഫുഡ് പോലുള്ള സാധനങ്ങളുടെ കേസിൽ നമുക്ക് അതിന്റെ പർച്ചേസിങ് എന്നുള്ളത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാധനങ്ങളുടെ കേസിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡ് ഇലാസ്റ്റിറ്റി എന്നുള്ളത് ഇൻഇലാസ്റ്റിക് ആണ്. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ഹാബിറ്റ്. 8th പോയിന്റ് ഹാബിറ്റ്. നമ്മൾ ചില ആളുകൾക്ക് ചില സാധനങ്ങളോടുള്ള ഒരു ഹാബിറ്റുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അതിന്റെ പ്രൈസിൽ മാറ്റം ഉണ്ടായാലും അതിന്റെ ഡിമാൻഡിനെ കാര്യമായിട്ടൊന്നും ബാധിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. There are certain articles the consumption of which has become a habit. For example, cigarette, alcohol, etc. If the price of cigarette increases, the smokers will not stop smoking cigarette. അതായത് സിഗരറ്റിന്റെ വില കൂടിയെന്ന് കരുതിയിട്ട് സ്മോക്ക് ചെയ്യുന്നവര് ആ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഹാബിറ്റ് നിർത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ the demand for cigarette is said to be inelastic. Range of prices. 9th point. When the price of good is very high, it is bought by those who will buy it with at any price. അതായത് ചില സാധനങ്ങളുണ്ട്, അതായത് അതെങ്ങനെയാണ്, ഹൈ പ്രൈസ് ആയതുകൊണ്ടാണ് അവക സാധനങ്ങൾ ആളുകൾ വാങ്ങുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കേസിൽ വില കൂടിയെന്ന് കരുതിയിട്ട് അതിന്റെ ഡിമാൻഡ് കുറയണമെന്നില്ല. എന്നാൽ ചില സാധനങ്ങൾ ഒത്തിരി ലോ കോസ്റ്റ് ഗുഡ്സ് ആണ്. ആ സാധനങ്ങളുടെ വില എത്ര കണ്ട്, നമ്മൾ പറഞ്ഞല്ലോ സാൾട്ട് പോലുള്ള സാധനങ്ങളുടെ ഒക്കെ വില കുറഞ്ഞു എന്നിരിക്കട്ടെ, എന്ന് വെച്ചിട്ട് ആരെങ്കിലും അധികം സാൾട്ട് വാങ്ങി കറിയിലേക്ക് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ചില സാധനങ്ങള് വില വളരെ കുറഞ്ഞിരുന്നാലും മറ്റു ചില സാധനങ്ങളെ വില വളരെ കൂടിയിരുന്നാലും അതിന്റെ ഡിമാൻഡില് കാര്യമായ മാറ്റം പ്രൈസിന് അനുപാതമായിട്ട് കാണാറില്ല. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഡയമണ്ട് പോലുള്ള വസ്തുക്കളുടെ കേസിൽ എ സ്മോൾ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് സച്ച് ഗുഡ്സ് വിൽ നോട്ട് അഫക്ട് ദെയർ ഡിമാൻഡ് ഇൻ എ ബിഗ് വേ. സിമിലർലി, when the price of certain commodities are already low, further fall in price will not cause a large increase in demand. ഇപ്പൊ നമ്മൾ ഇത്രയും പോയിന്റുകൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് എടുക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പല സിറ്റുവേഷനിലും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയി മാറുന്നതായിട്ട് കാണാം. അത് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് അടുത്ത പോയിന്റ് ബേസിലേക്ക് വരുന്നത്. First one, in production. In production, the concept of elasticity of demand enables the producers to take correct decisions regarding the quantum of output based on demand. അതായത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പ്രൊഡ്യൂസേഴ്സിന് അവരുടെ എന്താ പറയുക ഡിമാൻഡ് അനുപാതമായിട്ട് എത്ര അളവ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുവാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്നുവെന്ന്. പ്രൊഡ്യൂസേഴ്സിന് എത്ര അളവ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, അത് ഡിമാൻഡിന്റെ ബേസിലാണല്ലോ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഹെൽപ്ഫുൾ ആകുന്നു. രണ്ടാമത്തേത് പ്രൈസ് ഫിക്സേഷൻ. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ലക്ഷറീസിന്റെ കേസിൽ നമ്മൾ വില മാറ്റിയാൽ എന്ത് സംഭവിക്കും, നെസസറീസിന്റെ കേസിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ മോണോപോളിസ്റ്റിന് തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ നേച്ചർ അനുസരിച്ച് അതിന്റെ പ്രൈസ് ഫിക്സേഷൻ പോസിബിൾ ആകുന്നു. അത് നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് യൂസ്ഫുൾ ആവുന്നതായിട്ട് കാണാം.
A monopolist will fix the price at a low level when the demand is elastic and charge high prices when demand is inelastic. കണ്ടോ, അതായത് ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഗുഡ്സിന്റെ കേസിൽ മോണോപോളിസ്റ്റ് എപ്പോഴും എങ്ങനെയുള്ള പ്രൈസ് ചാർജ് ചെയ്യും? ലോ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇന്നിലാസ്റ്റിക് ആയിട്ടുള്ള ഗുഡ്സിന്റെ കാര്യത്തിൽ എപ്പോഴും മോണോപോളിസ്റ്റ് ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. തേർഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഫോർമുലേറ്റിംഗ് ഇക്കണോമിക് പോളിസീസ്. ഗവൺമെന്റിന് ചില പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ഫിക്സേഷനും അതേപോലെ തന്നെ ഇക്കണോമിക് പോളിസീസിന്റെ ഫോർമുലേഷനും ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള കൺസെപ്റ്റ് യൂസ്ഫുൾ ആയിട്ട് മാറുന്നു. ദ ഗവൺമെന്റ് ഓഫ് മെനി കൺട്രീസ് ആർ ഫിക്സിംഗ് ദ പ്രൈസ് ഓഫ് ഫാം പ്രൊഡക്റ്റ്. ഫാം പ്രൊഡക്റ്റുകളുടെ പ്രൈസുകൾ ഗവൺമെന്റുകൾ ഫിക്സ് ചെയ്യാറുണ്ട്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൾസോ ഈസ് അനൗൺസിങ് സപ്പോർട്ട് പ്രൈസ് ഓഫ് വേരിയസ് ഫാം പ്രൊഡക്റ്റ്. ഇന്ത്യ ഗവൺമെന്റും ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ദ ഡിമാൻഡ് ഫോർ ഫാം പ്രൊഡക്റ്റ് ഇന്നിലാസ്റ്റിക്. ഈ ഫാം പ്രൊഡക്റ്റുകൾ പോലുള്ളവയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്നിലാസ്റ്റിക് ആയതുകൊണ്ട് എങ്ങനെയുള്ള പ്രൈസ് അവിടെ ഫിക്സ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുമെന്ന് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിറ്റർമിനേഷൻ ഓഫ് വേജസ്. അതായത് ഫോർത്ത് പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് വേജ് ഡിറ്റർമിനേഷനിൽ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള കൺസെപ്റ്റ് യൂസ്ഫുൾ ആണെന്ന്. ഇപ്പോൾ ചില ലേബറേഴ്സിന്റെ ഒക്കെ സപ്ലൈ എന്ന് പറയുന്നത് ഇന്നിലാസ്റ്റിക് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ട്രേഡ് യൂണിയൻസിന് ആ വർക്കേഴ്സിന് കാര്യത്തിൽ കൂടുതൽ പ്രൈസ് അല്ലെങ്കിൽ വേജ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ദിസ് കൺസെപ്റ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ട്രേഡ് യൂണിയൻസ് ഇൻ റൈസിംഗ് ദ വേജസ് ഓഫ് വർക്കേഴ്സ്. ഇഫ് ദ ഡിമാൻഡ് ഫോർ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലേബർ ഈസ് ഇൻഇലാസ്റ്റിക്, the trade unions can succeed in demanding higher wages. Then fifth point is fiscal policy or taxation. ഗവൺമെന്റുകൾ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസിനെയാണ് നമ്മൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുക. അതിനകത്ത് ടാക്സേഷൻ, പബ്ലിക് ബോറോയിങ് എക്സെട്ര എല്ലാം വരുന്നതായിട്ട് കാണാം. ഈ ഇലാസിറ്റി കൺസെപ്റ്റ് ഗവൺമെന്റുകൾക്ക് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഫിക്സ് ചെയ്യുന്നതിൽ ഹെൽപ്ഫുൾ ആണെന്ന്. ഇൻ ഡിറ്റർമൈനിങ് ദ ഇൻഡയറക്റ്റ് ടാക്സസ്, knowledge of elasticity of demand is very necessary. The finance minister can realize more revenue by taxing those commodities the demand for which inelastic. അതായത് ഗവൺമെന്റുകൾക്ക് ഡിമാൻഡ് ഇന്നിലാസ്റ്റിക് ആയിട്ടുള്ള ഗുഡ്സിന്റെ കേസിൽ ഹൈ ടാക്സുകൾ ഇമ്പോസ് ചെയ്ത് കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ള ഗുഡ്സിന്റെ കേസിൽ എപ്പോഴും എന്ത് ചെയ്യാൻ പാടുള്ളൂ? കുറഞ്ഞ ടാക്സുകളെ ഇമ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ ഇന്റർനാഷണൽ ട്രേഡ്. ഈ കൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിലും യൂസ്ഫുൾ ആണെന്ന്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ പ്രൊഡക്റ്റുകൾ ട്രേഡിൽ അല്ലെ ഫോറിൻ മാർക്കറ്റുകളിൽ സെയിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും പ്രൊഡക്റ്റിന്റെ നേച്ചർ അനുസരിച്ച് പ്രൈസ് ഫിക്സേഷൻ പോസിബിൾ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. The concept of elasticity of demand from the basis of international trade, particularly the term of trade. The terms of trade depends upon the mutual elasticities of demand of two countries of each other goods. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നമ്മുടെ ഒരു ലെസൺ തീർന്നു. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് വൈ ഡസ് ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു. ലോ ഓഫ് ഡിമാൻഡിന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡിലേക്ക് സ്ലോപ്പ് ചെയ്യണമെന്നൊക്കെ എടുത്തായിരുന്നു. അതൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ആർ ദ എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ദെൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഗിഫൺ പാരഡോക്സ്. വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. Then explain cross elasticity of demand. State the law of demand and explain the exceptions to the law. അതൊരു essay ആയിട്ട് ചോദിക്കാം. What is elasticity of demand? Explain different methods of measuring elasticity of demand. അവസാനം പറഞ്ഞ രണ്ടെണ്ണം നമുക്ക് ലോങ് essay ആയിട്ടും മറ്റേതൊക്കെ ഷോർട്ട് essay ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.